MediaTek മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഉമ്മു ആർട്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനലാണെങ്കിൽ കൂടുതലായിട്ടും കുട്ടികളുടെ വീഡിയോസുകളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. കുട്ടികളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ കുട്ടികളുടെ കുസൃതികളൊക്കെ കാണാനും അതുപോലെ അവർ ചെയ്യുന്ന തമാശകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഈ ഒരു ചാനൽ കയറി വിസിറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ വിസിറ്റ് ചെയ്യാനുള്ള ലിങ്ക് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ എല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. ചാനലിലെ വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലെ പുതിയതായിട്ട് എന്തെങ്കിലും അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ നമുക്ക് വേണ്ടത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചറുമാണ്. ഇതിനെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടോ? ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. സോ വീഡിയോ നിങ്ങളെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒത്തിരി യൂട്യൂബേഴ്സ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, യൂട്യൂബിൽ എന്തെങ്കിലും പുതുതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന് എന്തെങ്കിലും പുതുതായിട്ട് അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ പലർക്കും ഒരു സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് കിട്ടാറുണ്ട്. യൂട്യൂബിൽ പുതുതായിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. 5000 വാച്ച് അവറും 10000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടെങ്കിൽ യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇത് 2021 വരാൻ പോകുന്ന ഒരു അപ്ഡേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇനിയും വരുന്നതെന്ന് പറഞ്ഞ് ഒത്തിരി പേർക്ക് ഇത് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോഴത്തേന് യൂട്യൂബേഴ്സ് എല്ലാം പേടിക്കും. ഇപ്പോൾ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും തന്നെ തയ്ക്കാൻ ഭയങ്കര പാടാണ്. അപ്പോഴെങ്ങനെയാണ് ഈ ഒരു 5000 വാച്ച് അവറും അതുപോലെ തന്നെ 10000 സബ്സ്ക്രൈബേഴ്സ് വന്ന്? അപ്പോൾ ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലായാലും ടെലിഗ്രാം ഗ്രൂപ്പുകളാണെങ്കിലും യൂട്യൂബ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണിത്. അപ്പം ഇത് ശരിയായിട്ടുള്ള കാര്യമാണോ നോക്കാം. ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാരണമാണ്. യൂട്യൂബേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ആരോ കെട്ടിച്ചമച്ച് വെട്ടിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട് മാത്രമാണിത്. 5000 മണിക്കൂർ വാച്ച് ടൈമും 10000 സബ്സ്ക്രൈബേഴ്സും ഇനി യൂട്യൂബിലെ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണമെന്നൊക്കെ പറഞ്ഞ് വളരെ കൃത്യമായിട്ടൊരു യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന മെയിലൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിൻ്റെ സൈഡിൽ നിന്ന് ഒരു വിധത്തിലുള്ള അപ്ഡേഷനെ കുറിച്ചിട്ടും ഒരു ന്യൂസും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ക്രിയേറ്റേഴ്സിന് എങ്ങനെ പോയാലും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും തന്നെ ഒരുപോലെ കിട്ടുന്നതാണ്. യൂട്യൂബിൽ ആര് വീഡിയോ അപ്ലോഡ് ചെയ്താലും അയാളൊരു ക്രിയേറ്ററാണ്. അപ്പോൾ എല്ലാ ക്രിയേറ്റേഴ്സിനും യൂട്യൂബ് അറിയിക്കും എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ. 2021 5000 വാച്ച് അവറും 10000 സബ്സ്ക്രൈബേഴ്സും വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഉറപ്പായിട്ടും എല്ലാ ക്രിയേറ്റേഴ്സിനെ അറിയിക്കും. പക്ഷേ ഇങ്ങനൊരു ഇതിനെ കുറിച്ചിട്ടും യൂട്യൂബ് പറഞ്ഞിട്ടില്ല. യൂട്യൂബ് ഇങ്ങനൊരു അപ്ഡേഷൻ കൊണ്ടുവരുന്നെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിന് മാറ്റം ഉണ്ടോന്നോ ഒന്നും യൂട്യൂബ് പറഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ആരോ ഒരാൾ കെട്ടിച്ചമച്ച് വിട്ടൊരു കഥയാണ്, അല്ലെങ്കിൽ ആരോ കെട്ടിച്ചമച്ച് എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കെട്ടിച്ചമച്ച് വിട്ടിരിക്കുന്ന കഥയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും നേടാൻ തന്നെ എത്രത്തോളം കഷ്ടപ്പാടാണെന്ന്. അപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉടനെ തന്നെ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാമായിരുന്നു, അതിന് ഭാഗമാകാമായിരുന്നു. അതുപോലെ തന്നെ കുറച്ചാൾക്ക് ശേഷം അത് 10000 വ്യൂസ് ആക്കി, പിന്നീട് അത് 10000 വ്യൂസിൽ നിന്ന് ചേഞ്ച് ആയി ഏകദേശം 2018 അവസാനം 2019 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും എന്നൊരു ബൗണ്ടറി യൂട്യൂബ് വെച്ചു. അങ്ങനെ ആ ഒരു 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്താലേ യൂട്യൂബിൽ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം ഡെയിലി ഇഷ്ടം പോലും യൂട്യൂബ് ചാനലുകൾ ആൾക്കാർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ചുമ്മാ ഓരോ ചാനൽ കിടന്നിട്ട് അതിനകത്തിൽ വ്യൂസ് ഒന്നുമില്ല, അതിനകത്തിൽ ആഡ്സ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു നല്ല ക്രിയേറ്ററിനെ ഒരു 4000 മണിക്കൂറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു നല്ല ക്രിയേറ്റേഴ്സിന് മാത്രം മോണിറ്റൈസേഷൻ കൊടുത്താൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ യൂട്യൂബ് ഇങ്ങനൊരു അപ്ഡേഷൻ കൊണ്ടുവന്നത്. ഇത് ഇനിയും പുതുതായിട്ടൊരു വലിയൊരു അപ്ഡേഷൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാ യൂട്യൂബേഴ്സും ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ തുടക്ക സമയത്ത് 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബേഴ്സും ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു 2021 ആകുമ്പോഴത്തേന് ഇത്രയും വലിയ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. യൂട്യൂബ് എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ എല്ലാവരെയും അറിയിക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെയിലും വന്നിട്ടില്ല. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ തുടർന്ന് നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. സോ 2021 ഇതുവരെ യൂട്യൂബിൻ്റെ അപ്ഡേഷനെ കുറിച്ചിട്ടൊന്നും യൂട്യൂബ് പബ്ലിഷ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി മുതൽ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് കൂടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂട്യൂബ് സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ഉമ്മു ആർട്ട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എല്ലാവരും കയറി ഒന്ന് വിസിറ്റ് ചെയ്യുക. വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങളെ തേടി എത്തുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.